വിവിധ രീതിയിലുള്ള ഓൺലൈൻ സേവനങ്ങൾ ഈ ഘട്ടത്തിൽ പോലീസ് നടത്തി വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനുകളിൽ എത്താതെ പൊതുജനങ്ങൾക്ക് ഫലപ്രദമായി സേവനം നൽകുക, അതിനുവേണ്ടി ആരംഭിച്ച തുണ പോൾ ആപ്പ്, അതെല്ലാം മികവാർന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. തുണ എന്ന വെബ് പോർട്ടൽ വഴി അപകടത്തിൻ്റെ GD കോപ്പിയും അപേക്ഷകളുടെ തൽസ്ഥിതിയും കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകളും രേഖകൾ നഷ്ടപ്പെട്ടതിനുള്ള പോലീസ് സർട്ടിഫിക്കറ്റുകളും പോലീസ് സ്റ്റേഷനുകളിൽ എത്താതെ ജനങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാനാവും. സ്മാർട്ട് ഫോണിൻ്റെ വ്യാപനം കണക്കിലെടുത്ത് ഇതേ സേവനങ്ങൾ പോൾ ആപ്പ് എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും ലഭ്യമാണ്. സർ, ഇക്കഴിഞ്ഞ വർഷം ഉച്ചഭാഷിണിക്കുള്ള അനുമതി, അപകടത്തിൻ്റെ GD കോപ്പി, കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ, അതിനുവേണ്ടി ലഭിച്ച അപേക്ഷകളിൽ 95% ഓൺലൈനായാണ് ലഭിച്ചത് എന്നത് പ്രത്യേകം എടുത്തു പറയാനുള്ളൊരു കാര്യമാണ്. സർ, അതോടൊപ്പം കേരളത്തിലെ പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിക്കാൻ നടക്കുന്ന കാര്യങ്ങൾ, പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുക, ഓൺലൈൻ പരാതികൾ രജിസ്റ്റർ ചെയ്യുക, പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ സ്ഥിതി തിരിച്ചറിയുക, ഇവയെല്ലാം അതിവേഗം ലഭ്യമാക്കുന്നതിനായി CCTNS എന്ന മിഷൻ മോഡ് പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സമാനമായ കുറ്റകൃത്യങ്ങളെയും ഒരേ കുറ്റവാളികളെയും കുറിച്ചുള്ള വിവരങ്ങൾ പല സോഫ്റ്റ്വെയറുകളിലായി നിരവധി തവണ രേഖപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇതൊഴിവാക്കി നിലവിലുള്ള സോഫ്റ്റ്വെയറുകളെ പൊതുവായൊരു സോഫ്റ്റ്വെയറിൻ്റെ കീഴിൽ കൊണ്ടുവരുന്നതിനായി ICOPS എന്നൊരു സോഫ്റ്റ്വെയർ കേരള പോലീസ് വികസിപ്പിച്ചു. സർ, ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ പോലീസ് സേനയിലെ വിദഗ്ധ ഉദ്യോഗസ്ഥരുടെ സേവനം ഉപയോഗപ്പെടുത്തിയാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ വികസിപ്പിച്ചത്. നമ്മുടെ രാജ്യത്തെ ഈ രീതിയിൽ സോഫ്റ്റ്വെയർ വികസിപ്പിച്ച ആദ്യത്തെ പോലീസ് സേന കേരള പോലീസ് സേനയാണ് എന്നതും നാം കാണും.